ഹായ് ഫ്രണ്ട്സ്, അഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി കല്ലുമ്മക്കായ് പൊരിച്ചതാണിത്. കണ്ണൂർ ജില്ലയിൽ ഇതൊരു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ഇത് സൽക്കാരങ്ങളിലാകട്ടെ ബാക്കിയുള്ള ചെറിയ ചെറിയ എന്ത് ഫങ്ഷനായാലും ഈ ഒരു സംഭവം എന്തായാലും മേശപ്പുറത്തുണ്ടാവും. ഇതാണ് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതുകൊണ്ട് നമ്മൾ പിന്നെ അച്ചാറുണ്ടാക്കും, കറി വെക്കും. അതായത് തേങ്ങ അരച്ച കറിയെല്ലാം ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. പിന്നെ മീൻ മുളകിടുന്ന പോലെ അതേപോലെ ഇത് മുളകിടും. പിന്നെ ചോറിന് വെറുതെ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് പൊരിച്ചിട്ട് അതും വറുത്ത് തിന്നും. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 70 കല്ലുമ്മക്കായ ഉണ്ടാവും. അതിനി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കണം. ഇതിൻ്റെ മേലെയുള്ള ആ കച്ചറയെല്ലാം പോക്കിയിട്ട് പിന്നെ വൃത്തിയാക്കിയെടുക്കാം. കല്ലുമ്മക്കായ എന്ന് പറയുന്ന സംഭവത്തിന് കയറുമക്കായി എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അതായത് നാടനായിരിക്കില്ല. അത് കുറച്ച് ടേസ്റ്റും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് അതിൻ്റെ മേലെ കച്ചറ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് കച്ചറ കൂടുതലുള്ളതാണ് നല്ലത്. ഇതുപോലെയാണ് വൃത്തിയാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കത്തിയെടുത്തിട്ട് അതിൻ്റെ എല്ലാം ക്ലീനാക്കിയെടുക്കുക. ക്ലീനാക്കിയ ശേഷം ഇതിങ്ങനെ നടുക് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു നേരിയൊരു പാമ്പ് പോലെ ചെറിയൊരു ഇതുണ്ടാവും. ഇത് ചിലതിൽ കിട്ടൂല, ചിലതിലെല്ലാം കിട്ടും. അത് എടുക്കും, ചിലവരെടുക്കൂല. പിന്നെ അതിങ്ങനെ കഴുകിയിട്ട് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇങ്ങനെ ഇരിക്കും അത്. ഇതിനാവശ്യമായിട്ടുള്ള അരി കുതിർക്കാനും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വന്നാൽ ഓഫാക്കിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പൊന്നി അരിയാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. 1.25 കപ്പോളം പൊന്നി അരി എടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് ആകുമ്പോൾ ഞാനൊരു 1/2 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അതിൽ നിന്ന് ഒന്നുകൂടെ കുതിർന്ന് വരും. ആദ്യം തന്നെ പച്ചരി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വെന്ത പോലെ ഇപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പച്ചരി ഇട്ട് കൊടുത്തത്. ഇനി അത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അരച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതാ കല്ലുമ്മക്കായൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക എല്ലാം ക്ലീനാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്. അരിയിൽ കൂട്ടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിയൊക്കെ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ എടുത്തോളൂ. അങ്ങനെ ഇതൊക്കെ അരിയിൽ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനി ആ അരിയിൽ ചേർക്കാതെ ഇതൊക്കെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാനും പറ്റും. എന്നിട്ട് അരിയിൽ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കല്ലുമ്മക്കായിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ അരിയിൽ ചേർക്കാൻ എടുക്കുന്നുണ്ട്. അതും അരിയിൽ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇത് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുത്ത് രണ്ടാമത്തെ ഇത് ഞാൻ അരക്കുന്ന കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് അരി അതിലിട്ടിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആ കല്ലുമ്മക്കായിൻ്റെ മാറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാദാ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അധികമായി പോകണ്ട, ലൂസായി പോവാണ്ട് അരച്ചെടുക്കണം. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. ഇനി സെപ്പറേറ്റായിട്ട് ഒതുക്കിയെടുക്കുന്ന ഈ ഉള്ളി ജീരകം ഈ തേങ്ങ ഇതൊക്കെ വേറെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാലും മതിയാവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടെല്ലാം അരച്ചെടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.25 കപ്പോളം ആമീസ് പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഈ ഒരു പാങ്ങിൽ കിട്ടണം.
നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നേർത്തിയിട്ട് അരച്ച് എടുക്കാൻ പാടില്ല, കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവണം കേട്ടോ അരവ്. എന്നിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കുന്ന തട്ടിൽ തന്നെ ഓരോന്നും നിറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തൊട്ടിട്ട് എടുത്താൽ വേഗം നിറക്കാൻ പറ്റും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട്. പിന്നെ പൊന്നിയരിയും പച്ചരിയും കൂടുതൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ല. റേഷനെല്ലാം ആകുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഒട്ടുന്ന പരുവം വരിക. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് നിറച്ചെടുക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന് കല്ലുമ്മക്കായി എന്നല്ല പറയുക കേട്ടോ, കടുക്ക എന്നൊക്കെ പറയുന്ന സ്ഥലമെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതൊക്കെ എങ്ങനെയാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിവിടെ കല്ലുമ്മക്കായി എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിറയെ ഞാൻ 3 പാത്രത്തിലാണ് നിറച്ച് വെച്ചത്. ഒരുപാട് നിറച്ച് വെച്ചിട്ടില്ല, വേഗം ആവി വന്ന് വെന്ത് വരാൻ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം തിളക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിലേക്ക് മാറ്റി വെക്കാം. കല്ലുമ്മക്കായി ഇങ്ങനെ ഉണ്ടാക്കിയവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുവരെ ചെയ്യാത്തവർ അതും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് കുറച്ച് ആവി വന്ന് തുടങ്ങി, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ആ തോടൊക്കെ കളറ് മാറിയാണ്ട, അപ്പോൾ നല്ലോണം വെന്ത് എന്നുള്ള ഇതാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാനൊരു 40-45 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റിലൊരു 1/4 മണിക്കൂർ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ, പിന്നെ അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടർത്തിയെടുക്കാം. ചൂടോടെ അടർത്തുമ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഇറച്ചിയൊക്കെ വിട്ടുപോകും, കല്ലുമ്മക്കായിൻ്റെ ഇറച്ചിയൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ അടർത്തിയിട്ട് കൊടുക്കാം. അതിങ്ങനെ മുഴുവനായിട്ടും അടർത്തി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊരിക്കാനുള്ള മുളക് തയ്യാറാക്കണം, ഇതിനുള്ള കൂട്ട് തയ്യാറാക്കണം. അതിനൊരു പാത്രം എടുത്തിട്ട് ഇത് 2 മുളക് പൊടിയും കൂടിയിട്ട്, അത് കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പുട്ടുപൊടിയാണ് ഞാൻ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് പുട്ടുപൊടി ചേർത്തത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് ഈ ഒരു പാങ്ങിൽ കൂട്ട് റെഡിയാക്കാം. പിന്നെ ചിലവർ ഈ കൂട്ടിൽ പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടിടും, കറിവേപ്പിലിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട്, ഇനി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ പിന്നെ നമ്മൾ ഈ മുളക് പൊടിയും ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും മിക്സിയിൽ തന്നെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, സാധാരണ രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ എല്ലാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ഫ്ലെയിം ഓവറാക്കിയിട്ട് വെക്കാൻ പാടില്ല, കരിഞ്ഞു പോവും. അപ്പം മീഡിയം ലെവലിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇതൊരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു സൈഡായിട്ട് ഇത് നിൽക്കുക, ചെരിച്ച് മറിച്ചിടുമ്പം ഒരു സൈഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഒരു സൈഡ് ചെരിച്ചിട്ട് ആ ഭാഗം ആയതിന് ശേഷം വീണ്ടും മറ്റേ ഭാഗവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അതായത് ഇതുപോലെ ചെയ്യണം കേട്ടോ.
ആ ഭാഗവും കൂടെ പൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇതിനെയൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഇത് മൊത്തം പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ. വെറുതെ ഒന്നും പറയുന്നില്ല, കാര്യമായിട്ട് പറയാം. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും കഴിക്കണം എന്ന് തോന്നും. ഇത് വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ഒരുപോലെ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ കാണുന്നില്ല എന്ത് ഭംഗിയുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കാപ്പിയാണ് ഉണ്ടാക്കിയത്. വെള്ളക്കാപ്പിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. വെല്ലം ഇട്ടിട്ട് കാപ്പിപ്പൊടി ഇട്ടിട്ട് നല്ല ചൂടോടെ വെള്ളക്കാപ്പിയും ഈ കല്ലുമ്മക്കായും, എന്താ രാത്രിയത്തെ ഡിന്നറിനായിരുന്നു ഉണ്ടായത്. ചൂടോടെയുള്ള കാപ്പിയും ഈ കല്ലുമ്മക്കായ് പൊരിച്ചതും ഒന്നും പറയേണ്ട കേസ്, എന്താ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.